ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇഷിത മഹേഷിനെ വിളിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയാമണിയും അതുപോലെ സുചിത്രയും കൂടി അടുത്ത് വന്ന് നിൽക്കുക കേട്ടോ. നിങ്ങളെന്തിനാ ഇങ്ങനെ വട്ടം കൂടിയിരിക്കണത്? അല്ല, ഇഷിതേച്ചി മഹേഷിനോട് സംസാരിക്കുന്നത് കേൾക്കാമല്ലോ, വിളിക്ക് എന്ന് പറയാണ്. അങ്ങനെ ഇഷിത ആദ്യം ഒന്ന് മഹേഷിനെ വിളിക്കുന്നുണ്ട്. നോൺസെൻസ്, സമയമുള്ള സമയത്ത് വിളിച്ചോളും എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാം കേട്ടോ. മഹേഷ് തിരക്കാണെന്നൊന്നും ഫോൺ എടുത്തില്ല. അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. മഹേഷിനെ ചേച്ചിന് അത്ര പിടിക്കുന്നില്ലെന്ന് തോന്നുന്നു. ആര് പറഞ്ഞു പിടിക്കുന്നില്ലെന്ന്? ഞാൻ ഒന്നും കൂടി വിളിക്കും എന്ന് പറഞ്ഞിട്ട് ഇഷിത വീണ്ടും വിളിക്കുക കേട്ടോ. ആ സമയത്ത് മഹേഷ് ദേഷ്യത്തോട് കൂടി ഫോൺ എടുക്കുന്നുണ്ട്. എന്താ വിളിച്ചത്? അതെ, ഞാനൊരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. എന്താ, നീ വീട് വിട്ട് പോകാൻ പോകണോ? ഈ മഹേഷിൻ്റെ ഒരു തമാശ. ഇപ്പോഴോ? വേണ്ട, ഞാൻ ദേ വീട്ടിലാണ് കേട്ടോ, എല്ലാവരും കൂടെയുണ്ട്. ഫോണിൽ ഒരു റൊമാൻസ്. അവിടെ നിന്ന് നീ എന്താ വിളിച്ചത്? കാര്യം പറ എന്ന് മഹേഷ് പറയാണ്. അതെ, ഇന്ന് വൈകിട്ട് ഒരു വീട്ടിലൊരു വിരുന്നൊരുക്കിയിട്ടുണ്ട് അമ്മ. ഞാനൊന്നും വരില്ല, എനിക്ക് തിരക്കാണെന്ന് മഹേഷ് പറയുമ്പോൾ എത്ര തിരക്കാണെങ്കിലും വരാമെന്നോ? മഹേഷിൻ്റെ ഒരു കാര്യം എന്ന് പറയാണ്. ഞാൻ വരില്ലെന്നാണ് പറഞ്ഞത്. നിനക്കിത് എന്ത് സംഭവിച്ചു ചോദിക്കുമ്പോൾ അതേലേ, ശരി ആയിക്കോട്ടെ, ഞാൻ കാത്തിരിക്കാം. ഓക്കെ ശരി പോ അവിടെ നിന്ന്. ഓക്കെ അമ്മയും അച്ഛനെയും അല്ലേ? ശരി അമ്മയച്ഛനും പ്രത്യേകം അന്വേഷിച്ചെന്ന് പറയുന്നു. നിൻ്റെ അമ്മയച്ഛനെ പണിയൊന്നും ഇല്ലെന്ന് മഹേഷ് ഫോണിൽ കൂടി ചോദിക്കുകയാണ്. അമ്മയച്ഛനെ അന്വേഷിച്ചെന്നോ? ഞാൻ പറയാം. അമ്മയച്ഛ മഹേഷ് അന്വേഷിച്ചു കേട്ടോ എന്ന് പറയാണ്. നോൺസെൻസ് എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോൺ വെക്കുവാണ്. ചേച്ചി എന്നെ അന്വേഷിച്ചില്ലേ എന്ന് സുചിത്ര ചോദിക്കുമ്പോൾ സുജീനെ അന്വേഷിച്ചില്ലെന്ന് സുജി ചോദിക്കുന്നു. സുജീനെ അന്വേഷിച്ചെന്നോ? സുജി നിന്നെ അന്വേഷിച്ചെന്ന്. ശരി മഹേഷ്, അപ്പോൾ വൈകുന്നേരം കാണാം. ഓക്കെ ഡിയർ, മൈ ഡിയർ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്ന പോലെ കാണിക്കാട്ടോ ഇഷിത. അപ്പോഴേക്കും നമ്മുടെ പ്രിയാമണി പറയണ്ട, എന്തായാലും മരുമോൻ വരുമല്ലോ, സമാധാനം. അപ്പോൾ ഞാൻ പണിയൊക്കെ ചെയ്യട്ടെ കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ. പിന്നീട് കാണിക്കുന്ന വിനോദിനെയാണ്. വിനോദ് ഇങ്ങനെ റോഡരിക്ക് കാത്തിരിക്കുകയാണ് സുചിത്രനെ. അപ്പോൾ സുചിത്ര വരുന്നുണ്ട് കേട്ടോ. നീ വന്നിട്ട് കുറേ നേരമായോ? എന്ത് ചെയ്യാനാ, കുറച്ച് താമസിച്ചു പോയി. വീട്ടിൽ നിന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഇറങ്ങണമല്ലോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരത്തിൽ ഒരു സ്കൂട്ടി സംഘടിപ്പിച്ചു, ഇങ്ങോട്ടൊക്കെ അങ്ങ് വന്നു. നീ എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? ഒന്നുമില്ല. നീ കല്യാണത്തിന് വന്ന് പറയാണ്ട് പോയല്ലേ? പെട്ടെന്ന് പോകേണ്ടി വന്നു. പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായി. കല്യാണത്തിന് എന്തൊക്കെ സംഭവങ്ങളാണ് സംഭവിച്ചെന്നറിയാവോ? ചേച്ചിനെ ആരൊക്കെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയാണ്. എന്നിട്ട് വേറൊരു ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ടുപോയി, എന്നിട്ട് വേറൊരു ഗുണ്ടകളെ രക്ഷിച്ചു. നിനക്കത് അന്വേഷിച്ചൂടെ വിനോദേ എന്ന് ചോദിക്കുകയാണ്. നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. നിൻ്റെ ഏടത്തിയമ്മനെ പരിചയപ്പെടണം. ഏടത്തിയമ്മയോ? എൻ്റെ ചേച്ചി എങ്ങനെ നിൻ്റെ ഏടത്തിയമ്മയാവും? അതൊക്കെ ഉണ്ട്. നിൻ്റെ ചേച്ചിയാവണ മുമ്പേ അവരെൻ്റെ ഏടത്തിയമ്മയാണ്. അതൊക്കെ ഒരു കഥ. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ആ ഫ്രണ്ട് ചെറുപ്പത്തിൽ ഭയങ്കര തല്ലുപൊളിയായിരുന്നു. അവനൊരു ചേട്ടനുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് അവനെ പഠിപ്പിച്ചു. അവന് അച്ഛനുണ്ടായിരുന്നു, കൂലിപ്പണി ചെയ്യുന്ന സമയത്ത് തളർന്നു വീണു, ബെഡിൽ തന്നെയായിരുന്നു. അവൻ്റെ ചേട്ടൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയത്. അവൻ്റെ ചേട്ടൻ അവനെ പഠിപ്പിച്ചു. അവനെ നിർബന്ധമായിരുന്നു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണമെന്ന്. അവൻ്റെ ചേട്ടൻ അതും ചെയ്തു. അവൻ്റെ ചേട്ടൻ ബിസ്ക്കറ്റും കഞ്ഞിവെള്ളമൊക്കെ കുടിച്ച സമയത്ത് അവൻ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണിയൊക്കെ കയറ്റിക്കൊണ്ടിരുന്നു. അവസാനം അവൻ ചീത്ത കൂട്ടുകെട്ടി പെട്ടിട്ട് മയക്കുമരുന്നിന് അടിമയായിട്ട് ചേട്ടനെ തല തല്ലി പൊട്ടിച്ചു. വൃത്തികെട്ട കൂട്ടുകാരനാണല്ലോ നിൻ്റെ, അവൻ്റെയൊക്കെ തല തല്ലി പൊട്ടിക്കണം എന്ന് സുചിത്ര പറയാണ്. നിനക്ക് ഒരു തോക്കുണ്ടെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലും. അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. വിനോദിൻ്റെ ഒരു ഫോൺ വരും കേട്ടോ. ഹലോ, 1 മണിക്കൂറിലോ? ശരി ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. സുചിത്ര പറയുന്നുണ്ട്, കൊള്ളാലോ, അപ്പം നീ പോവാൻ പോവാണല്ലേ? പെട്ടെന്നൊരു മീറ്റിംഗ് സുചി, അതുകൊണ്ടാണ്. നമ്മുടെ കല്യാണക്കാര്യം വീട്ടിൽ പറയുമ്പോഴും നീ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അതെ, മഹേഷ് ഏട്ടൻ്റെ അടുത്ത് സമ്മതമൊക്കെ ചോദിക്കണം, അപ്പോൾ കല്യാണം നടക്കില്ല എന്ന് വിനോദ് പറയാണ്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, ഞാൻ എന്തായാലും പോയിട്ട് വിളിക്കാൻ നിന്നെ. ശരി, അപ്പം റൊമാൻസ് തീർന്നല്ലേ? ഞാൻ നിന്നെ ഇനിയും വിളിക്കാടി, അപ്പം നമുക്ക് റൊമാൻസ് തുടങ്ങാം എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ വിനോദം അവിടെ നിന്ന് പോവാണ്. സുചിത്രയും അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കണം നമ്മുടെ ഇഷിതേനെയാണ്. ഇഷിത ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് വേറൊരു നേഴ്സ് വരുന്നുണ്ട്. ഡോക്ടർ, പറയൂ, എനിക്ക് എൻ്റെ അനിയത്തിയുടെ കല്യാണമാണ് എന്ന് പറയാണ്. ഒരാഴ്ചത്തെ ലീവ് വേണമെന്ന്. ഒരാഴ്ചത്തെ ലീവൊക്കെ വേണോ നേഴ്സേ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ, അതെൻ്റെ മോളും കൂടിയാണ്, വെറും ഒരു അനിയത്തി ചേച്ചി ബന്ധമല്ല. ശരി, എങ്കിലും ഒരാഴ്ച ലീവ് എടുത്തോളൂ, ലീവ് സാങ്ഷൻ എന്ന് ഇഷിത പറയാണ്. താങ്ക് യു സോ മച്ച് എന്ന് പറയുമ്പോൾ ഡോക്ടർ വരുന്നുണ്ട്. ഒരു പെൺ ഡോക്ടർ വരുന്നുണ്ട്. ഇഷിത അടുത്ത് പറയുന്നുണ്ട്, ഡോക്ടർ, കഴിഞ്ഞ മാസം ഒരുപാട് ഡെലിവറി കേസുകൾ ഉണ്ടായിരുന്നു. ആയിക്കോട്ടെ, എല്ലാം ഫ്രീ ആയിരുന്നില്ലേ? ആയിരുന്നു. പക്ഷേ അതിൽ 1-2 പേര് ലക്ഷറി കാറിൽ വന്ന് ഇറങ്ങിയവരാ, അവർ സമ്പന്നരാണ്. അങ്ങനെയാണോ? എങ്കിൽ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണമല്ലോ. ഞാൻ ശരിക്കും അന്വേഷിക്കുന്നുണ്ടെന്ന്. ഓക്കെ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ അവിടെ നിന്ന് പോകുക കേട്ടോ. പിന്നീട് മറ്റേ ആതിരയുടെ ഡോക്ടർ വരുന്നുണ്ട്, ന്യൂറോ സർജൻ. ഡോക്ടർ ഇഷിത, എന്താ? ആതിരയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ഇൻഫോമർ പറഞ്ഞ കറക്റ്റാണ്. ആതിരയുടെ ബ്ലഡിൽ ലെഡ് കലങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ആരാ അങ്ങനെ ചെയ്യുക? അതറിയില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യും ഡോക്ടർ, എത്രയും പെട്ടെന്ന് ലെഡ്
ശരീരത്തിൽ നിന്ന് പോകാനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങൂ എന്ന് പറയാണ്. ഓക്കെ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ന്യൂറോ സർജനാണെന്ന് പോകുന്നുണ്ട്. ശേഷം ഇഷിത അവിടുത്തെ സെക്യൂരിറ്റിനെ ഫോണിൽ വിളിക്കുകയാണ്. ആതിരയുടെ റൂമിൻ്റെ മുമ്പിലുള്ള CCTV ദൃശ്യങ്ങൾ എനിക്ക് വേണം, എത്രയും പെട്ടെന്ന് വേണം, ആതിര അഡ്മിറ്റ് ചെയ്തപ്പോൾ മുതലുള്ളത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത ഫോൺ വെക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്വപ്നവല്ലിനെയും അതുപോലെ തന്നെ മഞ്ജിമേനെയും അതുപോലെ തന്നെ രാമനാഥനെയൊക്കെയാണ്. അപ്പോൾ ചിപ്പി പറയുന്നുണ്ട്, അതെ അച്ഛമ്മേ അവിടെ പോയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതോ, കണ്ടു ഇവിടെ വർത്താനം കണ്ടോ, ഇഷിത പഠിപ്പിച്ചതായിരിക്കും എന്ന് മഞ്ജിമ പറയുമ്പോഴേക്കും രാമനാഥൻ പറയുന്നുണ്ട്, എൻ്റെ മഞ്ജിമേ നീയാണ് നിൻ്റെ അമ്മേനെ ചീത്താക്കുന്നത്, ഇതേ മര്യാദയ്ക്ക് അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കിഷോറിൻ്റെ കൂടെ പോയി പറഞ്ഞയക്കും. അപ്പോൾ ആർക്കും എന്നെ വേണ്ടല്ലേ എന്ന് മഞ്ജിമ പറയുമ്പോഴേക്കും അച്ഛൻ പറയുന്നുണ്ട്, അതെ നിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഡയലോഗൊന്നും ഇനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ നമ്മുടെ ഇഷിത അങ്ങോട്ടേക്ക് വരുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സ്വപ്നയിൽ ചോദിക്കുന്നുണ്ട്, അല്ല നീ എവിടെ പോയതായിരുന്നു? ഞാൻ വീട് വരുമോ? ഏത് വീട് വരെ? അല്ല അപ്പുറത്തെ എൻ്റെ വീട് വരെ. അപ്പോൾ ഇതെന്താ നിൻ്റെ വീടല്ലേ? അല്ല അവിടെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അമ്മേനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. എന്ത് പരിപാടി? മട്ടനും ചിക്കനൊന്നും അല്ലല്ലോ, വെറും വെജിറ്റബിൾസ് അല്ലേ, അത് സഹായിക്കാൻ എന്തിനാ ഇത്ര വലിയ തിരക്ക്? സ്വപ്നവല്ലി ദേ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയാണ്. ആ സമയത്ത് ഇഷിത പറയണ്ട, അല്ലാച്ചാ മഹേഷ് ഇതുവരെ വന്നില്ലല്ലോ, ശരിയാണല്ലോ ഞാൻ വിളിക്കാം എന്ന് പറയാണ്. അങ്ങനെ മഹേഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നമ്മുടെ അച്ഛൻ. ഹലോ മഹേഷേ. ഹലോ അച്ഛ. എടാ നീ എപ്പോഴാണ് ഇറങ്ങണത്? ഇന്ന് ഇഷിതയുടെ വീട്ടിലെ ചടങ്ങ് ഇത് പറഞ്ഞ പരിപാടിയാണെന്ന് അറിയാമല്ലോ. അച്ഛാ എനിക്ക് വരാൻ പറ്റില്ല, ഭയങ്കര തിരക്കാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, നീ വന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ ഫോൺ കട്ടയാണ്. മോൾ ടെൻഷൻ അടിക്കേണ്ട, അവൻ വന്നോളും എന്ന് രാമനാഥൻ പറയുന്നുണ്ട്. ആ സമയത്ത് വിവേക് മഹേഷിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതെ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് 5 മണിക്ക്. ഇന്നോ? അത് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണ്, അത് നീ അറ്റൻഡ് ചെയ്യും എന്ന് മഹേഷ് പറയുമ്പോൾ, അയ്യോ അത് പറ്റില്ല, അത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കേസല്ല, എന്തായാലും മഹേഷ് അറ്റൻഡ് ചെയ്യണം എന്ന് വിവേക് പറയാണ്. ശരി ഞാൻ ട്രൈ ചെയ്യാം എന്ന് മഹേഷ് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സ്വപ്നവല്ലിയും അതുപോലെ തന്നെ ഇഷിതയും ചിപ്പിയും എല്ലാവരും കൂടിയിട്ട് പ്രിയാമണിയുടെ വീട്ടിലേക്ക് പോവാട്ടോ. പ്രിയാമണി വാതിൽ തുറക്കുന്നില്ല. എല്ലാവരും എത്തിയല്ലോ, വാ 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 എന്ന് പറയാണ്. അതിനുശേഷം സ്വപ്നവല്ലി പറയുന്നുണ്ട്, കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ കേരള സ്റ്റൈലിലാണ് നടത്തിയത്, എന്നിട്ട് ചടങ്ങുകളൊന്നും ഇപ്പോൾ നിങ്ങളുടെ സ്റ്റൈലിലാണ് നടത്തുന്നത് എന്ന് പറയുമ്പോഴേക്കും സ്വപ്നവല്ലി പറഞ്ഞിട്ട്, ഈ ചടങ്ങുകളൊക്കെ ഞങ്ങൾക്കും ബാധകമാണ്, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ വെക്കും. എങ്കിലേ ബ്ലഡ് ബാങ്കിന് 2 ബ്ലഡ് വേണ്ടി വരും എന്ന് പ്രിയാമണി പറയുമ്പോൾ, അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് സ്വപ്നവല്ലി ചോദിക്കുമ്പോൾ മഞ്ജുവ പറയുന്നുണ്ട്, അത് പറഞ്ഞത് മനസ്സിലായില്ലേ അമ്മ, നമ്മൾ തഞ്ചാവൂർ ഫാമിലി അല്ലേ, നാഗവല്ലി ഫാമിലി, അപ്പോൾ ബ്ലഡ് കുടിക്കേണ്ട ആൾക്കാരാണെന്ന് അവരുടെ വിചാരം. അപ്പോൾ ഞങ്ങൾ യക്ഷികളാണെന്നാണ് നീ പറയണ പ്രിയാമണി എന്ന് പറയുമ്പോഴേക്കും, പ്ലീസ് ഇതേ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ എന്ന് മാഷ് പറയണ. പ്രിയാമണി നീ ഒന്നും മിണ്ടാതിരിക്കുക, അല്ല മഹേഷ് വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മാഷ്. മഹേഷ് ഇപ്പം എത്തും എന്ന് ഇഷിത പറയാം കേട്ടോ. ആ സമയത്ത് ചിപ്പി പെട്ടെന്ന് തന്നെ നമ്മുടെ ചേട്ടാന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായ നമ്മുടെ അഷിതയുടെ മോനെ പിടിച്ച് കെട്ടിപ്പിടിക്കണൊക്കെ ഉണ്ട്. ശേഷം അഷിത സൂപ്പ് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുക കേട്ടോ. ഇതെന്താ എന്ന് സ്വപ്നയിൽ ചോദിക്കുമ്പോൾ, ഇത് സൂപ്പാ എന്ന് പറയുമ്പോൾ സ്വപ്നയിൽ ഇളക്കി നോക്കുക. എന്നിട്ട് ഇത് മട്ടൻ പീസോ ചിക്കൻ പീസോ ഒന്നും ഇല്ലല്ലോ, അയ്യോ ഇത് വെജിറ്റബിൾ സൂപ്പാ, കുടിച്ച് നോക്കുക എന്ന് പറയാണ്. അങ്ങനെ സ്വപ്നയിൽ ഇത് കുടിച്ച് നോക്കുമ്പോഴേക്കും എങ്ങനെയുണ്ടെന്ന് പ്രിയാമണി ചോദിക്കുമ്പോൾ, വായ വെക്കാൻ കൊള്ളില്ല, ഈ 2 പ്രാവശ്യം പല്ല് ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്യണതും ഇടയ്ക്കൊക്കെ കുളിക്കണം നല്ലതാണ്. പ്രിയാമണി നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ എന്ന് സ്വപ്നവല്ലി ചോദിക്കുമ്പോൾ മഞ്ജു സ്വപ്നവല്ലി പറയുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലായില്ലേ, അമ്മ കുളിക്കോ നനയ്ക്കൊന്നും ഇല്ലെന്ന് അവർ ഉദ്ദേശിച്ചത്. പ്രിയാമണി നിന്നെ സുട്ടിടുവേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവല്ലി അവിടെ നിന്ന് എഴുന്നേക്കും കേട്ടോ. നിൽക്ക് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ, ഇവർ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, പ്രിയാമണി ഒന്ന് വായടച്ച് നിൽക്കുന്നത് മാഷ് പറയാണ്. ആ സമയത്ത് രാമനാഥൻ സ്വപ്നത്തിൽ പറഞ്ഞിട്ട്, സ്വപ്നം നീ ഒന്ന് അടങ്ങിയിരിക്കും സ്വപ്നം. മാഷ് അതെ ഈ പ്രിയാമണിയുടെ വായ ശരിയല്ല കേട്ടോ എന്നൊക്കെ സ്വപ്നവല്ലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇഷിതൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ 2 പേരുടെ ഇടയിൽപ്പെട്ട് ഇഷിത ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഭാഗത്തോട് കൂട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. എന്തായാലും നാളത്തെ പ്രൊമോയിൽ ഒരു അടിപൊളി ഭാഗം കാണിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ ആകാശ് വീണ്ടും മഹേഷിനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് എൻ്റെ മുഖച്ചായാണ് ഉള്ളത് എന്ന് ചിപ്പിനെ കുറിച്ച് പറയുമ്പോൾ മഹേഷിന് ദേഷ്യം വരുവാണ്. മഹേഷ് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ചിപ്പി അടുത്തേക്ക് വരുന്നുണ്ട്. മഹേഷിനോട് ചോദിക്കേണ്ടത്, അച്ഛാ എനിക്ക് അച്ഛൻ്റെ മുഖച്ചായാണോ ഡാഡിയുടെ മുഖച്ചായാണോ അമ്മയുടെ മുഖച്ചായാണോ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറഞ്ഞ ഡയലോഗ് മഹേഷിന് ഓർമ്മ വരാട്ടോ. ആകാശ് പറയുന്ന ആ ഡയലോഗ്, അതായത് മോൾക്ക് എൻ്റെ മുഖച്ചായനുള്ളത് ആകാശിൻ്റെ മുഖച്ചായ എന്ന് പറഞ്ഞ ഡയലോഗ് ഓർമ്മ വന്നിട്ട് മഹേഷ് പെട്ടെന്ന് മോളോട് പൊട്ടിത്തെറിക്കുന്ന ഭാഗമായിട്ട് പ്രൊമോയിൽ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.